Hey guys, welcome to our YouTube channel. ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആപ്പിൾ പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു പുഡിംഗ് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കി വരാം. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ആപ്പിളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ആപ്പിൾ ഇവിടെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ബട്ടറും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ആപ്പിളിൻ്റെ കളറൊക്കെ ഇവിടെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു ബൗളിലോട്ട് നമ്മളുടെ റെഡിയാക്കിയ ആപ്പിളൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്തത് എന്താ ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പാനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ കോൺഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ പാലിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മളുടെ കോൺഫ്ലോർ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇവിടെ 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന് പകരമായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കൊരു പുഡിംഗ് ട്രൈ എടുത്ത് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഇവിടെ ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ബ്രെഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സില്ല അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആപ്പിളിൽ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളെ പാലും കോൺഫ്ലോറും മിക്സും ഇല്ലേ അത് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവണം. എന്നിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ പുഡിംഗ് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടിപൊളി പുഡിംഗാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.